പിറ്റേന്ന് ഗ്ലെൻ സാന്റിയാഗോയും കൂട്ടി ന്യൂകാസ്റ്റിൽ മാനേജറിന് മുമ്പിലെത്തി. മാനേജർക്ക് ഗ്ലെൻ ഫോയ് വിളിച്ച കാര്യം തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. രാത്രിയിൽ ഗ്ലെൻ വിളിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ഓർത്തതുമില്ല. ഇരുവരും സംസാരിച്ച് സാന്റിയാഗോയ്ക്ക് ഒരു ട്രയലിനുള്ള അവസരം മാനേജർ കൊടുക്കുന്നു. അടുത്ത ദിവസം തന്നെ സാന്റിയാഗോ ട്രയൽസിനായി ക്ലബിലേക്കെത്തി. ക്ലബ് കോച്ചായ മാൾ ബ്രാത്വൈറ്റ് അവനെ സ്വാഗതം ചെയ്തു. കൂടാതെ താനും ഗ്ലെന്നും പണ്ട് മുതലേ സുഹൃത്തുക്കളാണെന്ന് അവനോട് പറയുകയും ചെയ്തു. അവിടെ നിന്ന് സാന്റിയാഗോ ട്രയൽസിനായി ബ്രാത്വൈറ്റിന്റെ കൂടെ ഗ്രൗണ്ടിലേക്ക് പോയി. അന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. മഴയത്ത് നിന്ന് പ്ലേയേഴ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നു. കോച്ച് അവനെയും കളിക്കുവാൻ വേണ്ടി ഗ്രൗണ്ടിലേക്ക് ഇറക്കി. എന്നാൽ മറ്റു പ്ലേയേഴ്സ് പൂർണ്ണ താല്പര്യത്തോടെ ആയിരുന്നില്ല സാന്റിയാഗോയെ വരവേറ്റത്. കൂട്ടത്തിലൊരു കളിക്കാരൻ ഹ്യൂഗി മഗ്ഗോവന് സാന്റിയാഗോയോടെന്തോ താല്പര്യം തോന്നിയില്ല. കളിയിലുടനീളം മനഃപൂർവ്വം സാന്റിയാഗോയെ അയാൾ ഫൗൾ ചെയ്തുകൊണ്ടേയിരുന്നു. ഒരിക്കൽ പോലും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാന്റിയാഗോയ്ക്ക് കഴിഞ്ഞില്ല. അവൻ പലപ്പോഴായി ഗ്രൗണ്ടിൽ വീണുകൊണ്ടിരുന്നു. കളി കഴിഞ്ഞ് സാന്റിയാഗോ വെളിയിലേക്ക് വരുമ്പോൾ ക്ലബ് കോച്ചായ ബ്രാത്വൈറ്റും ഗ്ലെൻ ഫോയും എന്തോ കാര്യമായി സംസാരിക്കുന്നത് കണ്ടു. വിഷമത്തിൽ ഗ്ലെന്നിന്റെ അടുത്തെത്തിയ സാന്റിയാഗോ തനിക്ക് നന്നായി കളിക്കാനുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെട്ടുവെന്നും നാളെ താൻ ഉറപ്പായും മികച്ച രീതിയിൽ കളിക്കുമെന്നും പറയുന്നു. എന്നാൽ തനിക്കിനി ഒരു അവസരം ഉണ്ടാകില്ല എന്നാണ് ക്ലബ് കോച്ച് പറഞ്ഞതെന്ന് ഗ്ലെൻ പറയുന്നു. നിരാശയോടെ സാന്റിയാഗോ ഗ്ലെന്നിന്റെ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയ സാന്റിയാഗോ തന്റെ അച്ഛൻ പറഞ്ഞതാണ് ശരിയെന്നും ആളുകൾക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണം, ജോലിയെടുക്കുക, കുടുംബത്തെ പോറ്റുക, മരിച്ചു പോവുക, അതിൽ കൂടുതൽ എന്തെങ്കിലും സ്വപ്നം കാണുന്നവർ വിഡ്ഢികളാണത്രേ. വേദനയോടെ അതും പറഞ്ഞ് സാന്റിയാഗോ മുറിയിലേക്ക് മടങ്ങി. വിഷമത്താൽ പോകുന്ന സാന്റിയാഗോയെ ഗ്ലെൻ ഫോയ് നോക്കി നിൽക്കുന്നു. അദ്ദേഹത്തിനും അവന്റെ വിഷമം മനസ്സിലാകുമായിരുന്നു. അന്ന് വൈകുന്നേരം നടക്കുന്ന ഒരു പാർട്ടിയിലേക്ക് ഗ്ലെൻ ഫോയ് കയറി ചെന്ന് ന്യൂകാസ്റ്റിൽ മാനേജറിനോട് സാന്റിയാഗോയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി അപേക്ഷിച്ചു. അത്രയും കാര്യമായി ഗ്ലെൻ പറഞ്ഞതുകൊണ്ടാവണം സാന്റിയാഗോയ്ക്ക് 1 മാസത്തെ ട്രെയിനിങ് നൽകാമെന്ന് മാനേജർ സമ്മതിച്ചു. ഗ്ലെൻ മടങ്ങിയെത്തുമ്പോൾ സാന്റിയാഗോ ഗ്ലെന്നിന്റെ പഴയ ആൽബങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഗ്ലെൻ ന്യൂകാസ്റ്റിലിന്റെ ഒരു മികച്ച പ്ലെയർ ആയിരുന്നു എന്ന കാര്യം സാന്റിയാഗോയ്ക്ക് എന്ന് മനസ്സിലായി. എന്തുകൊണ്ടാണ് നിങ്ങളൊരു പ്രൊഫഷണൽ പ്ലെയർ ആണെന്ന കാര്യം തന്നോട് മറച്ചു വെച്ചതെന്ന് സാന്റിയാഗോ ചോദിച്ചു. എന്നാൽ താൻ അധിക നാളൊന്നും കളിച്ചിരുന്നില്ല എന്നും താൻ ആഗ്രഹിച്ച അത്രയും കളിക്കാൻ സാധിച്ചില്ല എന്നും മുട്ടിന് പരിക്കു പറ്റിയതിനാൽ ഫുട്ബോൾ ഉപേക്ഷിക്കേണ്ടി വന്നു എന്നും ഗ്ലെൻ പറഞ്ഞു. വിഷമിച്ചു നിന്ന സാന്റിയാഗോയോട് ഗ്ലെൻ ആ സന്തോഷ വാർത്ത പങ്കുവച്ചു. അവൻ 1 മാസത്തെ ഫുട്ബോൾ ട്രയൽ അനുവദിച്ചു എന്ന വാർത്ത തന്നെ. പിറ്റേന്ന് മുതൽ സാന്റിയാഗോ ക്ലബിൽ പരിശീലനം ആരംഭിച്ചു. റിസർവ് ടീമിനൊപ്പമായിരുന്നു സാന്റിയാഗോയുടെ പരിശീലനം മുഴുവൻ. പരിശീലനത്തിൽ പലപ്പോഴും മേജർ ടീമിന്റെ കളി സാന്റിയാഗോ വളരെ ഇഷ്ടത്തോടെ നോക്കി നിൽക്കുമായിരുന്നു. എന്നെങ്കിലും തനിക്കും ഈ ടീമിൽ ഇടം നേടണമെന്ന് സാന്റിയാഗോ വളരെയധികം ആശിച്ചു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സാന്റിയാഗോയുടെ ആരോഗ്യം ചെക്ക് ചെയ്യാൻ ഒരു മെഡിക്കൽ ടീം എത്തി. അവനെ പരിശോധിക്കാൻ എത്തിയത് ക്ലബ് നേഴ്സായ റോസ് ആയിരുന്നു. സാന്റിയാഗോയ്ക്ക് അവളോടൊരു പ്രത്യേക ഇഷ്ടം തോന്നി. അവളോടടുക്കാൻ സാന്റിയാഗോ നന്നായി ശ്രമിച്ചു. അവനൊരു മെഡിക്കൽ ഫോം പൂരിപ്പിക്കാനായി റോസ് നൽകി. ഫോമിനുള്ളിലെ പല കാര്യങ്ങൾ മനസ്സിലാകാത്തതുകൊണ്ട് തന്നെ റോസിനോട് അതിനെപ്പറ്റി സാന്റിയാഗോ തിരക്കി. റോസ് കാര്യങ്ങൾ വിശദീകരിച്ചു നൽകി. ബ്രീത്തിങ് സംബന്ധമായ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന ഫോമിലെ ചോദ്യത്തിന് സാന്റിയാഗോ ഇല്ല എന്ന് മനഃപൂർവ്വം തെറ്റിച്ചെഴുതി.